Accepting criticism builds emotional maturity by fostering humility, resilience, and learning. വിമർശനങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം വിനയം, സഹിഷ്ണുത, വിജയപരാജയ പാഠങ്ങൾ എന്നിവയിലൂടെ വൈകാരിക പക്വത നേടുന്നു. അതിനായി വളർച്ചയ്ക്കായുള്ള അവസരത്തെ അഭിനന്ദിക്കുവാനും അതിൽ നിന്ന് പഠിക്കുവാനും വിമർശനത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. വികാരങ്ങളെ നിയന്ത്രിച്ച് ആവേശകരമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കി ശാന്തത പാലിക്കാൻ ശ്രദ്ധിക്കണം. ഉടൻ പ്രതികരിക്കുന്നതിനു പകരം വിമർശനത്തിന്റെ കാതലറിയാൻ സജീവമായി തന്നെ കേൾക്കണം. ആഴത്തിലുള്ള ധാരണകൾക്കായി വിശദീകരണവും ഉൾക്കാഴ്ചയും ലഭിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ശ്രദ്ധിക്കണം. എന്നിട്ട് വിമർശനത്തിന്മേൽ നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും സമയമെടുത്ത് നിരീക്ഷിച്ച് പ്രതിഫലിക്കുകയാണ് വേണ്ടത്. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ 6 ദിവസങ്ങൾ നമ്മൾ ഇമോഷണൽ ലിറ്ററസിയെ കുറിച്ച് ആണ് സംസാരിച്ചു വന്നത്. എന്താണ് വികാരം, വികാരാനുബന്ധ സങ്കേതങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നമ്മൾ നടത്തി. അതിലൂടെ ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ, വികാരങ്ങള്, പെരുമാറ്റങ്ങള്, വികാരങ്ങളെ ഇളക്കി വിടുന്ന കാര്യങ്ങള്, അപ്പോഴുണ്ടാവുന്ന ചിന്തകൾ, അതിന്റെ ഔട്ട്പുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു അറിവുണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു, അതിനെക്കുറിച്ച് സാക്ഷരരായി, അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കത് കൈകാര്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നേരിട്ട് നമ്മൾ ഈ വികാരങ്ങൾ ഉണ്ടാകുന്നു എന്നത് കണ്ടറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ഇത് നടപ്പിലാക്കണം. വികാരങ്ങൾ നമ്മളെ ബാധിക്കുന്നത് ഒഴിവാക്കി മുൻപോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിമർശനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ വിമർശനങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം വിമർശനം എന്താണെന്ന് മനസ്സിലാക്കണം. വിമർശം എന്ന് വെച്ചാൽ വിഭ്രംശം എന്നാണ് അർത്ഥം, വഴിമാറ്റം. നമ്മളൊരു വഴി പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്കൊരു ഗതിയുണ്ട്, ആ ഗതിയിൽ നിന്നും വഴി മാറുന്നത് എന്തോ അത് വിമർശം. അതിനെ വഴി മാറാൻ പ്രേരിപ്പിക്കുന്നതാണ് വിമർശനം എന്ന് പറയുന്നത്. അപ്പോ ഈ വഴിമാറാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോ ചില വാക്കുകളായിരിക്കാം, ചില വാക്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ബോധപൂർവമായിട്ടുള്ള ഇടപെടലായിരിക്കാം, ചിലപ്പോൾ സ്വപ്നങ്ങളായിരിക്കും, ചില നിയമങ്ങളായിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ ഗതി തിരിക്കാനായിട്ട് വന്നെത്തുന്നത് എന്തോ അതാണ് വിമർശനം എന്ന് പറയുന്നത്. ഈ ഗതി തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സുഖമണ്ഡലത്തിന് ഒരു കോട്ടം തട്ടും. നമുക്കത് സുഖം തോന്നില്ല, അതങ്ങ് ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകാൻ തോന്നില്ല, അല്ലെങ്കിൽ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കംഫർട്ട് ബ്രേക്ക് ആവും. അതുകൊണ്ട് തന്നെ വിമർശനം എന്ന് പറയുന്നതിന് ഭൂരിഭാഗം പേർക്കും താല്പര്യമുള്ളതല്ല. ആരെങ്കിലും വിമർശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടനെ തന്നെ ഒഴിവാക്കും, കാരണം സ്ഥിതിഭേദം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വിമർശനം എന്ന് പറയുന്നത് ശുഭമാക്കാനും അശുഭമാക്കാനും ഉണ്ടാവും. നമ്മളോട് ഭയങ്കരമായിട്ട് അസൂയുള്ള ഒരാളാണ് വിമർശിക്കുന്നതെങ്കിൽ അത് അശുഭകരമായ രീതിയിലേക്കുള്ള ഡിറക്ഷൻ ആയിരിക്കും തന്നുകൊണ്ടിരിക്കുക. ശുഭകരമായിട്ടുള്ള ഒരു വിമർശനമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശരിക്കും നല്ല വഴിക്ക് എത്തിക്കാൻ വേണ്ടി, ഇപ്പൊ അധ്യാപകർ നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ല വഴിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് കരുതാം. പക്ഷെ ഇത് രണ്ടിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാര്യം. കാരണം ഞാനൊരു വഴി പോകുന്ന സമയത്ത് എനിക്കൊരു വിമർശനം വരുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിന് ഹേതുവായ അവസ്ഥ എന്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു നിരൂപണം ഉണ്ടെങ്കിൽ, എനിക്കത് ബോധ്യമുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അവരെന്ത് തന്നെ പറഞ്ഞു, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ പറയുന്നത്, പക്ഷെ അതിൽ നിന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പാഠങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു പാഠം ഉള്ള വിമർശനത്തെ നാം സത്യത്തിൽ സ്വീകരിക്കുകയല്ലേ വേണ്ടത്. നമ്മളിവിടെ നമ്മുടെ ചർച്ചയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വികാരങ്ങളാണ്. ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും
ആ വിമർശനങ്ങൾ എന്നുള്ളത് ഗതിഭേദം ഉണ്ടാക്കുന്നത് നമ്മുടെ അഹത്തിൽ തട്ടിക്കൊണ്ടാണ്. നമ്മൾ പോകുന്ന ഗതി എന്ന് പറയുന്നതിന്റെ അവിടെ ഗതികമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതെ, ഗതികമായി നിൽക്കുന്നത് അഹമാണ്. ഈ അഹത്തെയാണ് പിടിച്ച് തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും നമുക്ക് ഹർട്ട് ചെയ്യുന്നത്, ഈ വിമർശനങ്ങൾ നമ്മുടെ മോളിൽ തട്ടുന്നത്. അപ്പോ ഈ അഹം എന്നുള്ള സംഭവത്തിൽ തട്ടുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും സ്ഥിതിഭേദം ഉണ്ടാവും. ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ വിമർശനമല്ല, വികാരം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഈവന്റ്, ആ ഈവന്റ് നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന ചലനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. അപ്പോ വിമർശനം എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്ക് വഴിമാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഈവന്റ് ആണ്. ആ ഈവന്റ് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അത് നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യും, നമ്മുടെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള വിമർശനം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള വികാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ വികാരങ്ങളെ എങ്ങനെ പോസിറ്റീവേറ്റ് ചെയ്യാം, എങ്ങനെ പോസിറ്റീവായി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. ഈ വിമർശനങ്ങളെ നമ്മൾ എതിർക്കുന്ന സമയത്ത്, വിമർശനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനോട് ദേഷ്യം വന്നു, നമുക്ക് അതിനോട് നമ്മുടെ ഈഗോ ഒക്കെ ഉണർന്ന് ഇങ്ങനെ മറ്റേ പീലി വിടുത്ത ആടുന്ന ഒരു അവസ്ഥ വന്നു ഇരിക്കട്ടെ, സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരകോശങ്ങൾ പിരിമുറുക്കത്തിലാകും, നമുക്ക് ഭയങ്കര മാനസിക പ്രക്ഷുബ്ധതകൾ ഉണ്ടായിന്ന് വരും. അതേസമയം ഒരു വിമർശനം വരികയാണെങ്കിൽ പോന്നോട്ടെ, നമ്മളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന് വരുന്നുണ്ട്, വന്നോട്ടെ എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതൊരു മാനേജ്മെന്റ് തന്ത്രത്തിന്റെ, ഒരു നയതന്ത്രജ്ഞതയുടെ ഒരു ലാക്കോടുകൂടി, അത്തരം ഒരു വീക്ഷണത്തോടു കൂടി നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോ നമ്മുടെ ഈ ഗുരു എന്ന് പറയുന്നത് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ അല്ലെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എന്റെ വിശ്വാസം. ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ അല്ല. ഗുരു എന്ന് പറയുന്നത് നമ്മളെ മൊത്തത്തിൽ ഗൈഡ് ചെയ്യുന്ന ഒരാൾ. ഗുരു നമ്മളോട് എത്ര ദേഷ്യപ്പെട്ടൊരു കാര്യം പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഭയങ്കര ഉണർവായിരിക്കുന്നുണ്ടാവും. എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം മണിയേട്ടൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇത് പുതിയതെന്തോ കിട്ടാൻ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. ശക്തമായ ഭാഷയിലായിരിക്കും അവർ പറയുക. അപ്പോ അവിടെ നമ്മൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ അങ്ങനെ നിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഭക്തിയുണ്ട്, നമുക്ക് അവിടെ വിനയമുണ്ട്, നമുക്ക് അതിന്റെ മുന്നിൽ സഹിഷ്ണുതയുണ്ട്. അവിടെ നമ്മുടെ വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പഠിക്കാൻ പാകത്തിലുള്ള പാഠങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം നമ്മളെ ശക്തമായിട്ട് ദേഷ്യത്തോടു കൂടി നമ്മളെ വിമർശിക്കുകയും ഗൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പരാജയമുണ്ടായ പരാജയത്തിന്റെ മുകളിൽ അദ്ദേഹം ആക്രോശിക്കും, വിജയമുണ്ടായാൽ വിജയത്തിന്റെ മുകളിൽ ഇതങ്ങനെയല്ലല്ലോ, ഇനിയും വേറൊന്നല്ലേ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ആക്രോശിക്കും. ഈ ആക്രോശത്തിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് ശുഭകരമായ പാഠങ്ങളാണ്. ഗുരുവിനോട് തോന്നിയ അതേ നില ഒരു ചെറു കുട്ടിയോടുകൂടി നമുക്ക് തോന്നിക്കൂടെ? അവിടെയും നമുക്ക് വിമർശനം സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് വിനയത്തിന്റെ ഭാഷയിൽ നിൽക്കാൻ കഴിയും. കാരണം വിമർശിക്കുന്ന ഒരാൾ നമ്മളെക്കാൾ ഒരു പടി മുകളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന ഭാവത്തിലേക്ക് നമ്മൾ മാറിയാൽ നമുക്കിവിടെ വിനയമുണ്ടാകും. അവർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത എന്നുള്ളൊരവസ്ഥ വരുമ്പോ അവിടെയല്ല നമ്മുടെ അകമാണ് കനപ്പെടുന്നത്, നമ്മുടെ അകമാണ് ശക്തിപ്പെടുന്നത്. ആ വിജയ പരാജയ പാഠങ്ങൾ അവർ നമുക്ക് തരുന്ന സമയത്ത് ഈ പാഠങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടണം. നമ്മളായിട്ട് എവിടെയെങ്കിലും പോയി പഠിക്കണ്ട, നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് അവരെങ്കിലും ലെസൺ തരണം. അതിന് ശരിക്കും നമ്മൾ അവരോട് നന്ദി ഉള്ളവരായി തീരുകയാണ് വേണ്ടത്. അപ്പോ വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളൊരു പരിപാടി ആദ്യം ചെയ്യണം. നമ്മൾ ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് അതേപടി അങ്ങ് സ്വീകരിക്കുക, ഞാനതങ്ങ് എടുക്കുന്നു എന്ന രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്ത് വിമർശനമായിക്കോട്ടെ അത് വരുന്നത് അതേപോലെ സ്വീകരിക്കുക, കേട്ടിരിക്കുക. അപ്പോ അതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു അവസരമാണല്ലോ ഇത്, നമ്മളെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആ അവസരം വന്നതിന് നമ്മൾ ആ തന്ന ആളുകളെയും ഈ സാഹചര്യത്തെയും അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അഭിനന്ദിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വിമർശനത്തെ നമ്മൾ അംഗീകരിക്കണം. ആ വരുന്ന വിമർശനം അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. പറയുന്ന വിമർശനം അതെന്തോ ആയിക്കോട്ടെ, ഞാനത് അംഗീകരിക്കുന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ അത് അംഗീകരിക്കുന്നു. അവിടുന്ന് ഒരു പുതിയ പാഠം നോക്കി വരികയാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് പകരം നമ്മൾ അപ്പോൾ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സംഭവം മാറി, അവർ പറയുന്ന കോണ്ടെക്സ്റ്റ് മാറി, നമ്മൾ നിൽക്കുന്ന കോണ്ടെക്സ്റ്റ് മാറി, രണ്ടും രണ്ടവസ്ഥയിലായി. നമ്മുടെ കോശങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മുടെ സ്രവങ്ങളെല്ലാം തെറ്റായ രീതിയിൽ ഒഴുകാൻ തുടങ്ങി, നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിലുള്ള ഫലമെന്തോ ആ സംഭവം ഉണ്ടാവുകയില്ല. പലപ്പോഴും ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്,
ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ നിൽക്കരുത്. നമ്മൾ സസെപ്റ്റബിലിറ്റി പഠിക്കുക, നമ്മളെ എതിർക്കാൻ നിൽക്കരുത്. നമ്മൾ അതേപോലെ അതിനോട് എന്താ പറയുക, ഇംപ്രവൈസ് ചെയ്യുക. നമുക്കൊരു വാചകം കിട്ടിയാൽ ആ വാചകത്തിനെ തുടർന്ന് അങ്ങ് സ്വീകരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത്. അപ്പൊ അതിന് ആദ്യമേ വേണ്ടത് നമുക്ക് നേരെ വരുന്ന ഒരു നിർദ്ദേശത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു സാഹചര്യം വന്നതിനെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ വെറും അംഗീകാരമല്ല, അംഗീകരിച്ചതിനും അപ്പുറത്തൊരു പടിയാണ് അഭിനന്ദിക്കുക എന്ന് പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഉടനെ തന്നെ അതിനെ നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വികാരങ്ങളല്ല, ഈ വിമർശനങ്ങൾ വരുന്ന സമയത്ത് ഉള്ളിൽ നിന്നും വികാരങ്ങൾ ഉണർന്ന് വന്നേക്കാം. നമ്മൾ മനുഷ്യരാണല്ലോ, സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നും വികാരങ്ങൾ വന്നേക്കാം. ഈ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലി പരത്തിയിട്ടല്ല കേട്ടോ, സപ്രസ് ചെയ്യലല്ല പറയുന്നത്. ആ വികാരങ്ങളെ തെറ്റായ വഴിയിലേക്ക് ചെല്ലുന്നതിനെ നിയന്ത്രിച്ച് ആവേശകരമായി പ്രതികരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എതിർത്ത് സംസാരിക്കുന്നതിന് പകരം ശാന്തത പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പാലിക്കേണ്ട കാര്യം. ശാന്തമായിട്ട് നിൽക്കുക. എന്ത് തരം വിമർശനം വന്നോട്ടെ അതിനെ കാമായിട്ട് തലയാട്ടി കേൾക്കുക. എന്ത് തരം വിമർശനം വന്നു കഴിഞ്ഞാലും നമ്മൾ തലയാട്ടി കേൾക്കുക. പിന്നെ പലപ്പോഴും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വിമർശനം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് അവനിട്ടുള്ളത് കൊടുക്കണം എന്നുള്ളതാണ്. എന്തിനാ അത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഉടൻ പ്രതികരിക്കുന്നതിന് വരെ വിമർശനത്തിന്റെ കാതലറിയാൻ സജീവമായി കേൾക്കണം. ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തുടങ്ങുന്നു, കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പറയുന്ന ആ ഒരു ഖണ്ഡത്തിൽ നിന്നും നമുക്ക് ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പറഞ്ഞു കഴിയുമ്പോഴേ അറിയുള്ളൂ യഥാർത്ഥത്തിൽ അവൻ എന്താ പറയുന്നതെന്ന്. ഇനി അതല്ല, അവനെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ അവനെ മുഴുവൻ പറയാൻ അനുവദിച്ചതിന് ശേഷം നമുക്ക് പറയുന്ന സമയത്ത് അതിന്റെ കാതലിലേക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് സജീവമായ ശ്രദ്ധയാണ് വേണ്ടത്. സജീവമായ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കേൾക്കുക. നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് അതാണോ ഇതാണോ ഇതല്ല എന്നൊക്കെ പറയും. നമ്മൾ ഇടപെടാനുള്ള തോന്നൽ നമുക്കുണ്ടാവും. നിരന്തരം നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഇടപെടലിന്റെ ട്രിഗർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് പകരം സജീവമായ കേൾക്കലെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് മൂളിയാൽ മതി. എന്ന് വെച്ചാൽ അവരോട് പ്രതികരിക്കുക, ഞാനിത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പ്രതികരിക്കുക. അതാണ് സജീവമായ ഇടപെടൽ. നമ്മളൊരു ശ്രോതാവുക. നമുക്ക് പറയാനുണ്ട് എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് രണ്ട് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങോട്ടേക്ക് ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് രണ്ട് കേൾക്കാൻ തയ്യാറാവുക. ഇത് കേട്ടതിന് ശേഷമേ നമ്മൾ പറയേണ്ടതുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തുക. അപ്പോ ഉടൻ പ്രതികരിക്കുന്നതിന് വിമർശനത്തിന്റെ കാതലറിയാൻ സജീവമായി തന്നെ കേൾക്കണം. ആഴത്തിലുള്ള ധാരണകൾക്കായി വിശദീകരണവും ഉൾക്കാഴ്ച നൽകുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ശ്രദ്ധിക്കണം. അവര് പറയുന്നതിന്റെ കാതലറിയാൻ ശ്രദ്ധിച്ചു. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനാകണം എന്നില്ല. മാത്രമല്ല, അവന്റെ ഉള്ളിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് വ്യക്തത വരുന്ന രീതിയിൽ ആ വിമർശനത്തിന്റെ അർത്ഥം വെളിയിലേക്ക് ചാടിക്കാനായിട്ട് നമ്മൾ അവരോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോ നിങ്ങൾ ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇങ്ങനെയാണോ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അവരുടെ വിമർശനം എന്നുള്ളത് വെറും ഒരു വാക്കാകുന്നതിന് വരെ അതിനെ മുഴുവൻ പിഴിഞ്ഞിങ്ങെടുക്കണം. അവരെ വിമർശിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അതിനെ മുഴുവനായിട്ടും ഇങ്ങോട്ട് എടുക്കണം. അങ്ങനെ മുഴുവനായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വിമർശനം എന്നുള്ള ആശയം എന്താണെന്ന് മനസ്സിലായി. അതിന്റെ മേൽ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, ഇത് സമയമെടുത്ത് ഉള്ളിൽ അനലൈസ് ചെയ്ത് അതിനുശേഷം സമയമെടുത്ത് നിരീക്ഷിച്ച് അതിനെ പ്രതിഫലിപ്പിക്കണം. സമയമെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ അപ്പൊ തന്നെ വിമർശനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോലും കുഴപ്പമില്ല. അപ്പൊ ചാടിക്കേറി അതിന് മറുപടി പറയാൻ നിൽക്കുന്നുണ്ട്. ചില വേദികൾ ചിലപ്പോൾ നമ്മൾ അപ്പൊ തന്നെ മറുപടി പറയേണ്ടി വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഓപ്പൺ സെഷൻ പോലുള്ള വേദികൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിലെ ഒരു വേദിയിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ടിൽ മറുപടി കൊടുക്കേണ്ടതായിരിക്കും. അവിടെ പോലും നമുക്ക് ഇത് പറയാം, അത് അറിയില്ല, ഞാൻ പിന്നീട് പറയാം അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ പറയാം എന്ന് പറഞ്ഞ് നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതായത് അതിനോട് നെഗേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയെക്കാളും നല്ലത് അതിനെ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, അവർക്ക് തൃപ്തികരമായ ഉത്തരം കൊടുക്കാനും ഒരുപക്ഷെ പറ്റി തരും. ഈ വിമർശനം എന്ന് പറയുന്നത് നമ്മളെ ശുഭീകരിക്കാൻ വേണ്ടി വരുന്ന പ്രകൃതി നൽകുന്ന ഒരു മുനമ്പൊടിയൻ ബ്ലേഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി.
നമ്മുടെ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്ന എന്തിനെയോ ക്രമപ്പെടുത്താൻ വേണ്ടി പ്രകൃതി തന്നിട്ടുള്ള ഒരു ഒരു കൂർത്ത ഒരു പ്രതലമാണെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് വിമർശനങ്ങൾ പലപ്പോഴും നമുക്ക് കൊള്ളുന്നതായി തോന്നുന്നത്. കൊള്ളുമ്പോൾ വേദനിക്കും, പക്ഷെ അത് നമ്മുടെ ചിലത് ചെത്തിക്കളയാൻ വേണ്ടിയുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോ മനസ്സിലാക്കുക, വിമർശനങ്ങൾ നമ്മൾ ആദ്യം അംഗീകരിക്കുക, അഭിനന്ദിക്കുക. ഇത് രണ്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ശാന്തമായിട്ട് നമ്മൾ വികാരങ്ങളെ ഇങ്ങനെ ചാടി പുറപ്പെടാതെ വികാരങ്ങളെ നമ്മൾ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യണം. അത് ഒതുക്കി നിർത്തിയിട്ട് ശാന്തമായിട്ട് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യണം. വിമർശനത്തിന്റെ കാതലറിയാൻ വേണ്ടിയിട്ട് സജീവമായി കേൾക്കണം, പ്രതികരിക്കാൻ നിൽക്കരുത്, സജീവമായിട്ട് തന്നെ കേൾക്കണം. അത് കൃത്യമാകാൻ വേണ്ടിയിട്ട് ആ കേൾവിയുടെ കാതൽ കൃത്യമാകാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം, ലഘുവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തണം. എന്നിട്ട് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും സമയമെടുത്ത് നിരീക്ഷിച്ച് ഇത് പ്രതിഫലിപ്പിക്കണം. അത് അവരോട് തന്നെ അപ്പോൾ തന്നെ പ്രതിഫലിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമുക്ക് വിമർശനത്തെ ശരിയാമിതം സ്വീകരിക്കാൻ കഴിയുക. ഈ വിമർശനം എന്ന് പറയുന്നത് നമ്മളുടെ മുനം പൊടിക്കാനായിട്ട് പ്രകൃതി നൽകുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഏത് വിമർശനമാണെങ്കിലും നമുക്ക് കേട്ടിരിക്കാൻ കഴിയും. നമുക്ക് വിശദീകരണം ഉണ്ടാകും തിരിച്ച്. പക്ഷെ നമ്മളെ ക്രമപ്പെടുത്താൻ വേണ്ടി തരുന്ന കാര്യത്തെ നമ്മൾ അപ്പുറത്ത് കയറി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ ആര് എന്നുള്ളത് വെളിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഈഗോ കൊണ്ട് മാത്രമാണ്. ആ ഈഗോയെ വെളിയിലെടുക്കാതെ നമ്മൾ സ്വീകരിക്കാൻ മാത്രം നിൽക്കുക. അത് നമ്മളെ ശുഭീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ മാർഗത്തിലൂടെ നിങ്ങൾ ഇന്നു മുതൽ വിമർശനങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക, വിമർശനങ്ങളെ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും ശുഭകരമായ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.